നമ്മൾ കാണുന്ന സ്കാനറുകളും നമ്മൾ കാണുന്ന ഓരോ സ്കാൻ റിപ്പോർട്ടുകളും അതൊക്കെ അതാത് സമയത്ത് ആ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്കാൻ ചെയ്യുന്നതാണ്. നേരെ മറിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ സ്കാൻ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സ്കാനിങ് ഒരൊറ്റ സ്കാനിങ് കൊണ്ടോ അതല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ സ്കാൻ ചെയ്താലോ ഒരു മനുഷ്യൻ്റെ സ്കാനിങ് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ബഹുന്നരായ ഉസ്താദ് അവറുകളും സൂചിപ്പിച്ചു, ലഹരിക്കടിമപ്പെട്ട ഒരുപറ്റം ആളുകളെ നിരന്തരമായി കാണുകയും സംസാരിക്കുകയും അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് നൽകുകയും ചെയ്യുന്ന ഉസ്താദ്, അവരൊക്കെ ജീവിതത്തിലേക്ക് വരാൻ കൊതിച്ചാലും അവർക്ക് എത്രമാത്രം എത്താൻ സാധിക്കുമെന്നുള്ളത് അറിയില്ല എന്നുള്ളിടത്താണ് അവരൊക്കെ ഉള്ളത്. നാം ഒരു ഉമ്മയെ സ്കാനിങ് ചെയ്താൽ, ആ ഉമ്മയുടെ ഗർഭാശയം സ്കാൻ ചെയ്താൽ, ആ ഉമ്മയുടെ പ്രസവത്തെ സ്കാൻ ചെയ്താൽ, ആ ഉമ്മയുടെ പ്രസവ സമയത്തെ സ്കാൻ ചെയ്താൽ ഒക്കെ നിരവധി സ്കാനുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ആ സാഹചര്യത്തിൽ ആ ഉമ്മയുടെ പ്രസവത്തോടനുബന്ധിച്ച് ആ ഉമ്മ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച്, ആ പ്രയാസത്തിൽ ആ ഉമ്മ കുട്ടിക്ക് ജന്മം നൽകുന്നതോടുകൂടി ആ സ്കാൻ ചെയ്താൽ ചിലപ്പോൾ ആ കുട്ടി മരണത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ ഉമ്മ മരണത്തിലേക്ക് പോകുന്നു. എത്രമാത്രം ഭയാനകരമായിട്ട് എല്ലാ നിലക്കും നമ്മൾ സന്തോഷിക്കുന്ന ഒരു വേള ചില സമയത്ത് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കാനിങ് മൈന്യൂട്ടായിട്ടാണ് നമുക്ക് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഒരു 22-23 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ, യാതൊരു പ്രയാസമില്ല, പ്രസവം അടുത്തു, നമ്മുടെ പെരിന്തൽമണ്ണയിലുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിന് പോകുന്നു. രാവിലെ 10 മണിക്ക് പ്രസവം നടക്കുന്നു. കുടുംബ ഗ്രൂപ്പുകളിൽ മുഴുവൻ ആ പ്രസവവുമായി ബന്ധപ്പെട്ട് കുഴപ്പമൊന്നുമില്ല, കുട്ടി റാഹത്താണ്, സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉച്ചയ്ക്ക് 2:30-3 മണി സമയമാകുമ്പോഴേക്കും ആ 22 വയസ്സ് പ്രായമുള്ള ഉമ്മ ഈ ലോകത്തോട് വിട പറയുകയാണ്. നമ്മളെ സ്കാനിങ്ങിൽ കിട്ടുമോ? നമ്മളൊക്കെ നമ്മുടെ ഉമ്മയെയും ബാപ്പയെയും പഴിചാരുമ്പോൾ ഇത്രമാത്രം പ്രയാസപ്പെട്ട് നമ്മുടെ ഉമ്മ മരണവേദന വരെ സഹിച്ച് നമ്മുടെ ഉമ്മ നമ്മളെ തീറ്റിപ്പോറ്റിയിട്ട് സ്വന്തം മക്കളെ തീറ്റിപ്പോറ്റുന്ന ഒരു ഉമ്മയുടെ അവസ്ഥ, 10 മാസം നൊന്ത് പ്രസവിക്കാൻ വേണ്ടി ഗർഭം ചുമക്കുമ്പോൾ 1-ാമത്തെ മാസം മുതൽ അവർ ഛർദിയിലും മറ്റുള്ള പ്രയാസങ്ങളിലും കിടക്കാൻ പോലും മറ്റു മാന്യമായിട്ട് സാധിക്കാതെ നമ്മുടെ ഉമ്മ ആ പ്രസവം നടക്കുന്ന സമയത്ത് ബ്ലഡ് ചോർന്ന് നമ്മുടെ ഉമ്മ നമ്മിൽ നിന്ന് വിട പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത്രമാത്രം ഭയാനകമാരമായിട്ട് നമ്മളെ പ്രസവിച്ച് നമ്മളെ തീറ്റിപ്പോറ്റി നമ്മളെ ഇത്രമാത്രം നമ്മളെ വലുതാക്കിയിട്ടും ആ ഉമ്മയെ അനുസരിക്കാതെ പോകുന്ന ഒരു പറ്റം മക്കൾ ജീവിക്കുന്ന കാലം സ്കാനിങ് അങ്ങനെ നീളും. സ്കാനിങ്ങിൻ്റെ വിഷയം ഒരു മനുഷ്യ ജീവനെടുത്താൽ, ആ ജീവിതത്തിൻ്റെ ഓരോ വശങ്ങളെടുത്താൽ, ആ ഓരോ വശങ്ങളെ നമ്മൾ സ്കാൻ ചെയ്താൽ ആ സ്കാനിങ്ങുകളുടെയൊക്കെ റിപ്പോർട്ടുകൾ പലതായിരിക്കും. ഉമ്മയെ അനുസരിക്കാത്ത മകൻ അറിയുന്നുണ്ടോ, എൻ്റെ ഉമ്മ എന്നെ 10 മാസം ഒരു നേരത്തെ ഭക്ഷണം പോലും മാന്യമായിട്ട് കഴിക്കാതെ എൻ്റെ ഉമ്മ എന്നെ വളരെ പ്രയാസപ്പെട്ട് വലിയൊരു വയറും ചുമന്ന് കിടക്കാൻ മലന്ന് കിടന്നാൽ നമുക്കൊക്കെ അറിയാം. സ്കാനിങ് ഒന്ന് എടുത്തു നോക്കിയാണ്, നമ്മുടെ വയറൊന്ന് നിറച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്യുക. ആ സ്കാൻ ചെയ്ത് നമ്മൾ മലന്ന് കിടന്നാൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥം മുകളിലേക്ക് ഏമ്പി വരും. എന്താ ഇവിടെ പറയാം, ഏമ്പക്കുന്നോ? ഏതായാലും അതിങ്ങനെ വരും. ആ ഉമ്മ 10 മാസം ഗർഭം ചുമക്കുമ്പോൾ 9 മാസം 10 ദിവസം ആ ഉമ്മയുടെ വയറ് ഇങ്ങനെ വെച്ച് ആ ഉമ്മക്ക് മലന്ന് കിടക്കാൻ പറ്റൂല. ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരോട് പറയും, സാധാരണക്കാരായ ആളുകൾ പറയും, ഉമ്മ നിങ്ങൾ ചെരിഞ്ഞ് കിടക്കണം, നിങ്ങൾ മലന്ന് കിടന്നാൽ നിങ്ങളുടെ യാത്ര ബുദ്ധിമുട്ടാണ് എന്ന്. അതൊരു ഉമ്മയുടെ പ്രസവം മാത്രം നമ്മൾ സ്കാൻ ചെയ്താൽ ഒരുപാട് വിഷയങ്ങൾ കിട്ടും. ഇത്തരം ഒരു സാഹിത്യോത്സവ നഗരിയിൽ ആ സ്കാനിങ്ങൾ